ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ ഗായ്സ്, ഇൻഗ്രീഡിയൻസിൽ ക്യാരറ്റും ബീട്രൂട്ടും വേണം. അത് തീർന്നു പോയതുകൊണ്ട് ഉപ്പേരിയാണ് ഇത് രണ്ടും കൂടി ഉള്ളത്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മല്ലിയില കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു, അതും വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വേണ്ടി വെച്ച്, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, ഉള്ളി അരിഞ്ഞത്, പിന്നെ അതുപോലെ പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, നല്ല രീതിയിൽ നമ്മൾ വഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ല, അതിലേക്ക് ആവശ്യത്തിനുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഉപ്പേരി ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതായത് ഈ ഉപ്പേരി, ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉള്ള ഉപ്പേരി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയി, മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ സൈഡിലേക്ക് മാറ്റിച്ച് നടുവിൽ മസാലപ്പൊടിയൊക്കെ ഇട്ടാണ്. ഇത് ഗരം മസാലയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചധികം തന്നെ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. അതാ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാനുണ്ട്. ഇതാ വേവിച്ച് ഉടച്ച് വെച്ച കിഴങ്ങ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കിഴങ്ങും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഈ മസാലയും കിഴങ്ങും കൂടി യോജിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ നല്ല രീതിയിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ മസാല കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ അതും മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതാണ് ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല. ഇനി നമ്മളിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി കോൺഫ്ലോർ കലക്കിയതാണ്. വെജ് കട്ട്ലേറ്റ് ആയതുകൊണ്ട് കോൺഫ്ലോർ കലക്കിയതാണ്. ഇനി ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റസ്കിൻ്റെ ക്രംസാണ്. അപ്പോൾ ഇതാ കോൺഫ്ലോർ കലക്കിയത് ഇതാ ഇവിടെ ഉണ്ട്. നമ്മളെ മസാല കട്ട്ലേറ്റിൻ്റെ മസാല ഇതാ ഇവിടെ ഉണ്ട്. അതിനപ്പുറത്ത് ബ്രെഡ് ക്രംസ് അല്ല, റസ്ക് ക്രംസും. അപ്പോൾ ഇതാ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ കോൺഫ്ലോർ കലക്കിയതിലേക്ക് മുക്കിയിട്ട് റസ്ക് ക്രംസിൽ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്താണെന്നറിയില്ല, കുറച്ചൊന്ന് ലൂസായിപ്പോയി ഈ ബാറ്റർ. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഉണ്ടാക്കിയത് അത്ര ഒരു ഇതായില്ല, കാരണം കുറച്ചൊന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഉള്ളതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ എല്ലാം ഇട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം കോട്ട് ചെയ്തിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇത്ര എണ്ണം വെച്ച് നല്ല രീതിയിൽ ഇത് ആയി വന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വലിയ കറക്റ്റൊന്നും ആയി വന്നിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയതൊക്കെ അമ്മ കോരി മാറ്റുകയാണ്.
അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്തതും വെച്ചു. അങ്ങനെ ടോട്ടൽ ഇതാ ഇത്ര എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാ ഏകദേശം വലിയ ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഇത്ര എണ്ണം ഉണ്ട് ഫുള്ള്. ഏകദേശം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇത്രയും നല്ല രീതിയിൽ കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. വെജ് കട്ട്ലറ്റ് ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.